അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് പുതുതലമുറ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾക്കെല്ലാം വലിയ സൗഹൃദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, സൗഹൃദ വലയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, പഴയ കാലത്തെ പോലെയൊന്നുമല്ല. പുതിയ കാലത്ത് സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലുകളും കറക്കങ്ങളും പാർട്ടികളൊക്കെ വളരെ കൂടുതലാണ്. സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യമാണ് പൊതുവെ പുതുതലമുറ കൽപ്പിക്കുന്നത്. പലപ്പോഴും സുഹൃത്തുക്കൾ നല്ലത് തന്നെയാണ്. ഒരുപാട് നേട്ടമുണ്ട് സുഹൃത്തുക്കളെ കൊണ്ട്, ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ചിലപ്പോഴൊക്കെ സുഹൃത്തുക്കൾ കാരണമായി പല കുട്ടികളും വലിയ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടാറുമുണ്ട്, വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട്. പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന ചില കുട്ടികൾ അവരുടെ സൗഹൃദങ്ങൾക്കൊരു ലിമിറ്റ് നിശ്ചയിക്കാത്തത് കൊണ്ട്, അവരുടെ ആൺപെൺ സൗഹൃദങ്ങൾ പലപ്പോഴും പരിധി വിടുന്നത് കൊണ്ട് പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരാറുണ്ട്. പല കുട്ടികൾ മാനസികമായി തളർന്നു പോകാറുണ്ട്, ആത്മഹത്യ ചെയ്യാറുണ്ട്. അവരുടെ കുടുംബം, മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കേണ്ടി വരാറുണ്ട്. എത്രയോ സംഭവങ്ങൾ അടുത്ത കാലത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി തൻ്റെ ടീച്ചർക്ക് ഫോൺ ചെയ്തു. ടീച്ചറുമായി നല്ല ബന്ധം പുലർത്തുന്ന കുട്ടിയാണ്. ടീച്ചർക്ക് ഫോൺ ചെയ്തിട്ട്, ടീച്ചർ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, ടീച്ചർ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞു തരണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടി ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം പറയൂ എന്ന് പറയുന്ന സമയത്താണ് കുട്ടി പേടിച്ചുകൊണ്ട് ടീച്ചറോട് പറയുന്നത്, ടീച്ചറെ, ഞാൻ ഗർഭിണിയാണ് എന്ന്. 10ാം ക്ലാസ്സിൽ തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ടീച്ചർക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിഞ്ഞില്ല. ടീച്ചർ ഒന്ന് ഞെട്ടി. അല്പസമയം മിണ്ടാതെ നിന്ന ശേഷം ടീച്ചർ ചോദിച്ചു, അതെങ്ങനെ നീ തീരുമാനിച്ചത്? നീ എങ്ങനെയാണ് ഗർഭിണിയാണ് എന്ന് നീ ഉറപ്പിച്ചത്? നീ വല്ല ടെസ്റ്റ് നടത്തിയോ, വല്ല ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിച്ച സമയത്താണ് ആ കുട്ടി പറയുന്നത്, എനിക്ക് സംശയം തോന്നി, അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് വാങ്ങി പരിശോധിച്ചു, അപ്പോൾ അതിൽ പോസിറ്റീവാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പിന്നെ ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? നിൻ്റെ സുഹൃത്ത് ആരാണ്? ആരുമായിട്ടാണ് നീ റിലേഷനിൽ ഏർപ്പെട്ടത് എന്ന് ചോദിച്ച സമയത്ത് കുട്ടി പറയാൻ മടിച്ചെങ്കിലും പിന്നീട് ടീച്ചർ നിർബന്ധിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് +1 പഠിക്കുന്ന ഇന്ന കുട്ടിയാണ്. ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. +1 പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഞങ്ങൾ പ്രണയത്തിലാണ്, പ്രേമത്തിലാണ് എന്നൊക്കെ ഈ കുട്ടി പറഞ്ഞു. ഇതിൽ നിന്ന് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ടീച്ചറും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടീച്ചറും വിഷമിച്ചു. ടീച്ചർ അതായത് ഈ ഒരു സംഭവം തൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട് ചർച്ച ചെയ്തു. ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്തപ്പോൾ മറ്റു ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല, നമുക്ക് ആ കുട്ടികളുടെ പാരൻസിനെ കൂടി വിളിച്ചു വരുത്തി അവരോടുകൂടി നമുക്ക് കൂടിയാലോചന നടത്തിയതിന് ശേഷം വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും അതുപോലെ ആ ആൺകുട്ടിയുടെ കുടുംബത്തെയും മാതാപിതാക്കളെയൊക്കെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ആദ്യം തന്നെ ചില ടീച്ചർമാർ പറഞ്ഞു, നമ്മളത് ഉറപ്പിക്കാൻ വരട്ടെ, ഏതായാലും ഇതിപ്പോൾ ഒരു കാർഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് എന്ന് കാണിച്ചതല്ലേ, നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് സംഭവം എന്താണ്, ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമുക്ക് ഉറപ്പിക്കാം, ചിലപ്പോൾ കാർഡിൽ പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടിയുമായി പാരൻസും ചില ടീച്ചേഴ്സും കൂടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നു. ഗൈനക്കോളജിസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു, കുട്ടി ഗർഭിണിയൊന്നും അല്ല, അത് കുട്ടിക്ക് തോന്നിയതാണ്, പീരീഡ് അല്പം ഒന്ന് വൈകിയപ്പോൾ കുട്ടിക്കുണ്ടായ സംശയമാണ്, കുട്ടി ഗർഭിണിയൊന്നും അല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി, ഏതായാലും ഗർഭിണിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. കുട്ടിയും ഈ ആൺകുട്ടിയും +2 പഠിക്കുന്ന കുട്ടിയും തമ്മിൽ വേണ്ടാത്ത ബന്ധങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വീട്ടുകാർക്കും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ മനസ്സിലായി. ഏതായാലും ഗർഭിണിയൊന്നും അല്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് കുറേയൊക്കെ അവർക്ക് ആശ്വാസമായി. ഏതായാലും ഈ വിഷയം ഇനി പുറത്തൊന്നും പറയണ്ട, ആരോടും പറയണ്ട, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. രണ്ട് കൂട്ടരുടെ അടുത്തും തെറ്റുണ്ടല്ലോ, ആൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്, പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. കുട്ടികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ തമ്മിൽ അത്ര ഒരു ബന്ധം ഉണ്ടാവില്ല, ഇനി ഞങ്ങൾ വേണ്ടാത്ത ബന്ധത്തിൽ ഏർപ്പെടില്ല, ഇതോടുകൂടി ഞങ്ങൾ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചു, ഇനി ഞങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ നടത്തി അതുപോലെ തന്നെ ടീച്ചർമാരും അതുപോലെ പാരൻസൊക്കെ കുട്ടികൾ നന്നായി ഉപദേശിച്ചു. ചീത്തയൊന്നും പറയാൻ നല്ല രീതിയിൽ തന്നെ അവരെയൊക്കെ ഉപദേശിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഏതായാലും പിന്നീട് കുട്ടികൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇവർ തമ്മിൽ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. ആരും അറിയാതെ ഇവർ പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നു. അങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി +1 ഈ +1 പഠിച്ചിരുന്ന ആൺകുട്ടി +2 സമയത്ത് വീണ്ടും
ഈ കുട്ടിക്ക് ഗർഭിണിയാണോ എന്ന് സംശയം തോന്നി. കുട്ടി ടെസ്റ്റ് നടത്തിയപ്പോൾ ഗർഭിണിയാണ്, പോസിറ്റീവാണെന്ന് മനസ്സിലായി. പിന്നീട് ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടപ്പോഴും കുട്ടി പ്രഗ്നൻ്റ് ആണ്, കുട്ടി ഗർഭിണിയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലായി. കുട്ടി ആകെ മാനസികമായ സമ്മർദ്ദത്തിലായി, എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ വിഷമത്തിലായി. കാരണം നേരത്തെ തൻ്റെ മാതാപിതാക്കളും തൻ്റെ ടീച്ചേഴ്സും ഒക്കെ തന്നെ വിളിച്ച് ഉപദേശിച്ചതാണ്. ഞാൻ ഇത്രയും കാലം അവരെ പറ്റിക്കുകയായിരുന്നു, ഞാൻ ഇനി അത്തരം ബന്ധങ്ങളിൽ നിന്ന് ഏർപ്പെടില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളുടെ പഠനം മുടങ്ങണ്ട എന്ന് കരുതി. അതേ സ്കൂളിൽ തന്നെയാണ് ഇവർ പഠിച്ചിരുന്നത്. സ്കൂളൊന്നും മാറ്റിയൊന്നുമില്ല, ആരെയും അറിയിക്കാതെ ടീച്ചേഴ്സും രക്ഷിതാക്കളൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു. കുട്ടികളെല്ലാം അറിയാതെ സംഭവിച്ചു പോയതായിരിക്കാം. പക്ഷേ കുട്ടികൾ മൊബൈലിലൂടെയും മറ്റുമൊക്കെ പിന്നീട് ബന്ധപ്പെടുകയും പിന്നീട് ഇവർ പല സ്ഥലത്ത് വെച്ച് ഒറ്റയ്ക്ക് കണ്ടുമുട്ടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടി വീണ്ടും ഗർഭിണിയായത്. കുട്ടിയാകെ തളർന്നു പോയി. കുട്ടി ഇതിനി മറ്റുള്ളവരറിഞ്ഞാൽ എന്താവും എന്നുള്ള ബേജാറായി കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ പിതാവ് വലിയ വിഷമത്തിലായി. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. അദ്ദേഹം ജോലിയൊക്കെ പിന്നീട് ഉപേക്ഷിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ താളം തെറ്റി. കാരണം താൻ ഏറെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ മോളാണ്. ആദ്യം ഒരു അബദ്ധം പറ്റി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് രണ്ടാമത് വീണ്ടും അതേ തെറ്റ് കുട്ടി ആവർത്തിക്കുകയും അതിൻ്റെ വിഷമത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നീട് ആ ഉപ്പയൊക്കെ വലിയ മാനസികമായ പ്രയാസത്തിലാവുകയും അദ്ദേഹം പിന്നെ പ്രവാസ ലോകത്തേക്ക് മടങ്ങിപ്പോവാതിരിക്കുകയും അങ്ങനെ എന്തോ ഒരു മാനസിക രോഗം ബാധിച്ച ആളെപ്പോലെ നാട്ടിൽ എന്തൊക്കെയോ ചില ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് ആ ഒരു പിതാവ് നിലവിലുള്ളത് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും സൗഹൃദങ്ങൾക്ക് ലിമിറ്റ് വെക്കാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. പുതിയ ക്യാമ്പസുകളൊക്കെ അങ്ങനെയാണ്. അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, സൗഹൃദങ്ങൾക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. സൗഹൃദങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ സൗഹൃദങ്ങൾ പരിധി വിടുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൽ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും അവരിതൊന്നും ഒരു വിഷയമേ ആക്കുന്നില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ സൗഹൃദങ്ങളിലാകുന്നു. പിന്നെ ആ സൗഹൃദങ്ങളിലൂടെ പല വേണ്ടാത്ത ബന്ധങ്ങളിലും ഏർപ്പെടുന്നു. ഇത് മാത്രമല്ല, മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്ന, വേണ്ടാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന എത്രയോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഏതായാലും സൗഹൃദങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും, വലിയ കെണികളിൽ ചെന്ന് കുട്ടികൾ ചാടും. രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗമായാലും മൊബൈൽ ഉപയോഗമായാലും കുട്ടികൾ ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത് എന്നൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല, അവർക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ഒരു പ്രായം അങ്ങനെയാണ്, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തെറ്റുകളിലേക്ക് അവർ പോകും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. പുതിയ കാലത്ത് പല രക്ഷിതാക്കൾക്കും കുട്ടികളുടെ മൊബൈൽ വാങ്ങി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മടിയുള്ളൊരു കാര്യമാണ്. കുട്ടികളെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും എൻ്റെ കുട്ടി ഒരിക്കലും ചെയ്യില്ല എന്നാണ് പല രക്ഷിതാക്കളും ചിന്തിക്കുക. പറഞ്ഞ രക്ഷിതാവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു അപകടത്തിൽ ചെന്ന് കുട്ടി ചാടിയപ്പോഴും രക്ഷിതാക്കൾ വിചാരിച്ചത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ കുട്ടികളാണ് വീണ്ടും അപകടത്തിൽ ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും പലപ്പോഴും രക്ഷിതാക്കൾക്ക് കഴിയാറില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടിയതിന് ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ ഇതേക്കുറിച്ച് ആലോചിക്കുകയും അതേക്കുറിച്ച് ബേജാറാവുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാലഘട്ടം പലവിധ തെറ്റുകൾക്കുമുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒരുപാടുള്ളൊരു അവസരമാണ്, ഒരുപാടുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ നല്ല ബുദ്ധിയും ബോധവുമുള്ള മക്കളാക്കി അള്ളാഹു വളർത്തട്ടെ. വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.